ഹായ് ഹലോ, ഞങ്ങളുള്ളത് തലശ്ശേരി MRAയിലാണ്. MRAയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷാമുടെ ഹസ്ബൻഡ് ജിത്തുടെയും വക ഒരു ട്രീറ്റ് ഉണ്ട് കേട്ടോ. ട്രീറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമുവിന് ഞങ്ങൾ ഒരുപാട് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ജിത്തു പറഞ്ഞിട്ട്. അപ്പോൾ ജിത്തു ഓഫർ ചെയ്ത ഒരു ട്രീറ്റ് ആട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഷാമുവിനെയും കൂട്ടിയിട്ട് നേരെ ദേ ട്രീറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് ഇനി കുറേ ഡിഷസ് ഒക്കെ പറയുകയാണ്. ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തതെന്നൊക്കെ ഷാമു പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് ഓർഡർ അങ്ങ് പറയാന്ന് പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സൂപ്പാണ് പറഞ്ഞത്. നല്ലൊരു അടിപൊളി സൂപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം സൂപ്പ് സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സൂപ്പ് തന്നെയായിരുന്നു. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഡ്രാഗൺ ചിക്കനും അതുപോലെ തന്നെ ഒരു അമ്മച്ചി ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഡ്രാഗൺ ചിക്കൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. എന്തോന്നറിയില്ല, MRAയിലെ സാധാരണ ഡ്രാഗൺ ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇത്തവണ അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായി തന്നെ വേണേൽ പറയാം. പക്ഷേ അമ്മച്ചി ചിക്കൻ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ മെയിൻ കോഴ്സൊക്കെ വന്നു. അതിൽ കൂന്തൽ ഫ്രൈയും ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഈ ഒരു കൂന്തൽ ഫ്രൈ എടുത്ത് പറയേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഒരു ബിരിയാണി, ഇവരുടെ ഈ ഒരു പൊതി ബിരിയാണിയും അതുപോലെ തന്നെ അടുത്ത് പറയേണ്ട ഒരു ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിഷസും പലതും ഓർഡർ ചെയ്യണം എന്നൊക്കെ പറയും. എന്നിട്ടോ ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടിയിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയിട്ട് ഇത്തവണ വേണമെങ്കിൽ ബാക്കി ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എന്നത്തെയും പോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറങ്ങ് നിറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഞങ്ങളൊന്നും കൂടുതലായിട്ട് ഓർഡർ ഒന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അതേ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞതേ നിരത്തി വെച്ചിട്ടുണ്ട് കഴിച്ചതൊക്കെ. പക്ഷേ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചായിരുന്നു കേട്ടോ ഇത്തവണ. പിന്നെ അതിനുശേഷം ലാസ്റ്റ് നല്ലൊരു ഡെസേർട്ടൊക്കെ കഴിച്ച് ഷാമുന് നല്ലൊരു ബില്ലും കൂടി കൊടുത്തിട്ട് കേട്ടോ ഞങ്ങളിതേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഷാമുദേ ബില്ലടക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ഇനി നമുക്കൊന്ന് കടൽപ്പാലം വരെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി. കാരണം അവിടുത്തെ ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ നമ്മൾ അവിടെ പോയത്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടിരിക്കുന്നത് നമുക്ക് വേറെ തന്നെ ഫീലാട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് കിട്ടുന്ന സാറ്റർഡേസ് സൺഡേസ് നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇതുപോലെ പോകും കേട്ടോ. കാരണം നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൻ്റെ കേട്ടോ. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതെന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നേരെ ഇനി എന്തെങ്കിലും ലൈറ്റായിട്ട് ഒരു ഉപ്പിലിട്ടൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോവാണേ. അങ്ങനെ നല്ല അടിപൊളിയായി ഉപ്പിലിട്ട ഐറ്റംസ് കുറേ ഞങ്ങൾ ട്രൈ ചെയ്ത് വാങ്ങിച്ച് കഴിച്ചേ. അതിനുശേഷം പിന്നെ ആസ് യൂഷ്വൽ പരിപാടി കുറേ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, വെറുപ്പിക്കുക എന്നുള്ള പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മുൻഷാനെ ഞങ്ങൾ ആദ്യം തന്നെ ഓട്ടോ ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.